നിന്നുകത്തുകയാണ് ഇറാൻ. ഒരു അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ടത് ചാക്കുകണക്കിന് ഇറാനിയൻ റിയാലാണ്. വിലപ്പെരുപ്പത്തോത് 42%, ഭക്ഷ്യവസ്തുക്കളുടെ വില കയറിയത് 72%, മരുന്നിനും ആശുപത്രി ചെലവുകൾക്കുമുള്ള നിരക്കിൽ 50% വർധനവ്. യുവാക്കൾ ഒന്നടങ്കം തെരുവിലാണ്. പോലീസ് നടത്തിയ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടപെടാൻ മടിക്കില്ലെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ഇറാൻ അതിന്റെ സമീപ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പാശ്ചാത്യ ലോകത്തിന്റെ പ്രചാരണങ്ങളിൽ വീണുപോയവരാണ് പ്രതിഷേധിക്കുന്നതെന്ന് ആത്മീയ നേതൃത്വം ആരോപിക്കുന്നുണ്ട്. ഇറാനിലെ ജനകീയ പ്രശ്നങ്ങൾ അപ്പോഴും അവഗണിക്കാൻ കഴിയാത്ത വിധം വളർന്നു കഴിഞ്ഞു. ഇസ്രയേലുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷമാണ് സ്ഥിതി ഇത്രയും സങ്കീർണമായത്. പ്രതിഷേധ തരംഗം ഉഷ്ണക്കാറ്റ് പോലെ ഇറാനിൽ എങ്ങും വീശാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ മറച്ചുവെച്ചെങ്കിലും സ്ഥിതി അതീവ സങ്കീർണമാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പുറത്തു കാണുന്ന പ്രശ്നമെങ്കിലും സ്വാതന്ത്ര്യമില്ലായ്മ തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ. ഒരു കാലത്ത് സ്വതന്ത്രരായ ജനതയായിരുന്നു ഇറാനിലേത്. മതാധിഷ്ഠിത ഭരണകൂടം അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചിരിക്കുകയാണ്. സർക്കാരിനെതിരായ ആ പ്രതിഷേധം കൂടിയാണ് ഇപ്പോ സടകുടഞ്ഞെഴുന്നേറ്റത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇറാൻ പരമാധികാരിയെ യുവത വിറപ്പിക്കുമ്പോൾ ലോകമെങ്ങും സമീപകാലത്തുണ്ടായ ജനകീയ മുന്നേറ്റങ്ങൾ നയിച്ചത് തീവ്ര മതപക്ഷക്കാരായിരുന്നു. പക്ഷേ ഇവിടെ ഇറാനിലെ ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിൽ സ്വാതന്ത്ര്യദാഹികളായ യുവാക്കളാണ്. മതരക്ഷയ്ക്കു വേണ്ടിയല്ല അവരുടെ പ്രക്ഷോഭം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇറാൻ പോലെ സർക്കാർ പറഞ്ഞാൽ അപ്പീലില്ലാതിരുന്ന രാജ്യത്ത് ഇപ്പോൾ ഭരണകൂടം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആയുധമെടുത്ത് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ തെരുവിലിറങ്ങുന്നവരുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ്. അപ്പോൾ ഇത്രയേറെ യുവാക്കൾ ഇറാനിൽ പ്രക്ഷോഭവുമായി ഇറങ്ങുന്നതും ആദ്യമാണ്. സർക്കാർ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇത്ര വർഷക്കാലം വലിയ പ്രതിസന്ധി ആയിരുന്നില്ല. വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ അത് ബാധിച്ചിരുന്നെങ്കിലും ഇറാൻ ജനത അതിനോട് പൊരുത്തപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ആ ജനതയ്ക്ക് ഒരു കാലത്തും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. തൊഴിലില്ല, തൊഴിലുള്ളവർക്ക് മതിയായ കൂലിയില്ല, ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം അതിഭീമമായ വിലക്കയറ്റമാണ്. ജനതയുടെ അതിജീവനം തന്നെയാണ് ഇറാനിൽ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ പ്രക്ഷോഭം കേവലം സർക്കാരിനെതിരെ അല്ല. മുദ്രാവാക്യങ്ങളെല്ലാം പരമാധികാരി ആയത്തുള്ള അലി ഖമനേയ്ക്കെതിരെയാണ്. സുപ്രീം ലീഡറാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സ്ഥിതി ഇത്രയും വഷളായത് എന്നും കാണാം. 1989 മുതൽ ഇറാൻ ഭരിക്കുന്ന പരമാധികാരി ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട വർഷം ഇതിനു മുൻപുണ്ടായിട്ടില്ല. 36 വർഷത്തെ ആ ഏകാധിപത്യം കൂടിയാണ് ഇപ്പോ ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ ആടിയുലയുന്നത്. $1 കിട്ടാൻ 42,000 ഇറാനിയൻ റിയാൽ എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ വ്യാപാരം നടക്കുന്നത് 14 ലക്ഷം റിയാലിനാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. $1 14 ലക്ഷം റിയാലിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ 4-5 ചാക്ക് കറൻസിയുമായി പോയാലേ $1 ലഭിക്കൂ എന്നാണ് അർത്ഥം. ഈ മൊബൈൽ ഫോണിന്റെ വിലയിലാണ് ഇത് വ്യാപകമായി മാരകമായും പ്രതിഫലിച്ചിരിക്കുന്നത്. സഹസ്ര റിയാൽ ഉണ്ടെങ്കിലും ഒരു ഫോൺ ലഭിക്കാത്തൊരു സ്ഥിതി ഇപ്പോൾ ഇറാനിലുണ്ട്. ചെറുപ്പക്കാർ പ്രതിഷേധിക്കുന്നതിന്റെ ആദ്യ കാരണവും ഇതാണ്. വിലക്കയറ്റം പോയ വഴി ഇങ്ങനെയാണ്. കുറച്ചു കാലം മുൻപ് ഇറാനിലെ ഒരു കഫേയിൽ കയറിയാൽ ചിലവ് 10,000 തുമാനായിരുന്നു. 10,000 റിയാൽ ചേരുന്നതാണ് ഒരു തുമാൻ. ഇപ്പോ 5 ലക്ഷം തുമാൻ നൽകണം. 5 ലക്ഷം തുമാൻ എന്നാൽ 500 കോടി റിയാൽ വരും. ജനതയുടെ ശരാശരി മാസ ശമ്പളം 1 കോടി തുമാൻ മാത്രമാണ്. അപ്പോൾ ഈ പണം കൊണ്ട് 2 നേരത്തെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നതാണ് നിലവിലെ സ്ഥിതി. വാടക കൊടുക്കേണ്ടവരാണെങ്കിൽ തെരുവിലിറങ്ങുകയാണ് ഭേദം. മരുന്നും വിദ്യാഭ്യാസ ചെലവും ഒന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇറാനിൽ. ഫ്രിഡ്ജുകളെല്ലാം കാലിയാണ്. ആർക്കും ഒന്നും വാങ്ങി വയ്ക്കാൻ സാധിക്കുന്നില്ല. ഒരാളുടെയും കയ്യിൽ പണമില്ല. ദിവസം കഴിയുന്തോറും കൂടുതൽ വലിയ പട്ടിണിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ് ജനത. റിയാലിന്റെ വില കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പകുതിയിലേറെയാണ് ഇടിഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആരംഭിച്ച പ്രക്ഷോഭം ഇപ്പോ സമ്പൂർണ്ണ സർക്കാർ വിരുദ്ധ നീക്കമായി മാറിക്കഴിഞ്ഞു. പരമാധികാരി മാറാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നാണ് യുവാക്കൾ പറയുന്നത്. പ്രക്ഷോഭം ഇങ്ങനെ ഈ നിലയ്ക്ക് തുടർന്നാൽ സർക്കാർ മാരകായുധങ്ങൾ പ്രയോഗിക്കുമോ എന്നൊരാശങ്ക എങ്ങുമുണ്ട്. ഇസ്രയേലിനെതിരെ പ്രയോഗിക്കാനായി നിർമ്മിച്ചു വച്ചിരിക്കുന്നവ സ്വന്തം ജനതയ്ക്കു നേരെ ഉപയോഗിക്കുമോ എന്നാണ് ഭയപ്പാട്. ഇറാനിൽ ഭരണകൂടവും ജനതയും ഒരേ സമയം ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. മുൻ പ്രതിസന്ധികളെ പോലെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെയും ഭരണകൂടം അതിജീവിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.
ഇത് ഇറാനിൽ ഒരു മുല്ലപ്പൂ വിപ്ലവമായി മാറാനുള്ള സാധ്യതയും ഉണ്ടെന്ന് കരുതുന്നവർ ഏറെയാണ്. ഭരണകൂടത്തെ 1979 അട്ടിമറിച്ച ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം വലിയ പ്രതിസന്ധിയൊന്നും ഇറാനിൽ ഉണ്ടായിട്ടില്ല. ഇറാന്റെ രാജഭരണകൂടം അന്നാണ് ഇസ്ലാമിക ഭരണകൂടമായി മാറിയത്. റൂഹള്ള ഖമീനി അധികാരം പിടിച്ചതോടെ ഉണ്ടായ ഭരണരീതിയാണ് ഇപ്പോഴും തുടരുന്നത്. അന്നത്തെ ഹിതപരിശോധനയിൽ 98% ജനതയും ഇസ്ലാമിക് റിപ്പബ്ലിക് ആകാൻ സമ്മതം നൽകിയവരാണ്. അതിനുശേഷം ഇറാനിൽ ഒരു തരത്തിലുള്ള ഹിതപരിശോധനകൾക്കും സാധ്യത ഉണ്ടായിരുന്നില്ല. സർക്കാർ ഇച്ഛിക്കുന്നത് ജനത അംഗീകരിക്കുക എന്നതായിരുന്നു പിന്നീടുള്ള ഹിതം. സമീപ പതിറ്റാണ്ടിനിടെ ഇറാനിൽ നിരവധി പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഭരണകൂടത്തെ സ്പർശിക്കാതെ കടന്നു പോവുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായത് ഇപ്പോഴത്തേതാണ്. അങ്ങനെ പറയാനുള്ള കാരണം പരമാധികാരി സ്ഥാനമൊഴിയണമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ ആവശ്യം. ജനകീയ പ്രശ്നങ്ങൾ മുൻപ് ഉയർന്നു വന്ന കാലത്തൊന്നും പരമാധികാരിയെ നേരിട്ട് ആക്രമിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തേത് ഖമനേയ്ക്കെതിരായ പ്രക്ഷോഭമായി അത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ടെഹ്റാനിലാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭം ആരംഭിച്ചത്. അവിടെ നിന്നാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നത്. സർക്കാർ മാധ്യമങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ വിവരങ്ങളൊന്നും പുറത്തുവിടുന്നുണ്ടായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രതിഷേധം ആളിപ്പടർന്നത്. സർക്കാർ മാധ്യമങ്ങൾ മൗനം പാലിച്ചാലും വിവരം ഓരോ പൗരനിലും ഇന്നെത്തും എന്നുകൂടി കാണിച്ചു തരികയാണ് ഇറാനിലെ പ്രക്ഷോഭം. ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് പോലുള്ള നീക്കങ്ങളെപ്പോലും സമാന്തരമായി മറികടന്നാണ് പ്രക്ഷോഭം ശക്തമാകുന്നത്. ചില വ്യാപാരികളാണ് ആദ്യ ദിവസം സമരം ചെയ്തത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ വിൽപ്പനക്കാരായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ വ്യാപാരികളും സമരത്തിലായി. തുടർന്ന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച പ്രക്ഷോഭം ഒരാഴ്ച പിന്നീട് മുൻപ് തന്നെ വലിയൊരു മുന്നേറ്റമായി മാറുകയായിരുന്നു. പടിഞ്ഞാറൻ ഇറാനിലെ 20 നഗരങ്ങൾ ഇപ്പോ പ്രക്ഷോഭ ചൂടിലാണ്. രാപ്പകൽ യുവാക്കൾ തെരുവിലുണ്ട്. തെക്കൻ ഇറാനിലെ ഫസയിൽ സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ഉപരോധം തന്നെയാണ് നടക്കുന്നത്. പോലീസ് നിരവധി തവണ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചിട്ടും പ്രക്ഷോഭം ശമിക്കുന്നില്ല. ഈ സമരത്തിന്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങളാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നാണ് ഒന്നാമത്തേത്. ഭരണമാറ്റം പോലുമല്ല, ഭരണാധികാരിയുടെ മരണം തന്നെയാണ് പ്രക്ഷോഭകാരികൾ ആഗ്രഹിക്കുന്നത്. അടുത്ത മുദ്രാവാക്യം സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യം എന്നാണ്. ഭരണകൂടത്തിന് കീഴിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രക്ഷോഭകാരികൾ ഏറ്റവും ഉയർത്തുന്നത്. ഉയർന്ന ജീവിത നിലവാരം അവർ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂടിയുള്ളതാണ് ഇറാനിൽ നടക്കുന്ന ഈ സമരം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.